ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓണിമറിഞ്ഞല്ലോ ഉണ്ണി പൂക്കളമിട്ടല്ലോ ഓടിവായോ കൂട്ടുകാരെ സദ്യ ഉണ്ണാലോ പായസം വെച്ചല്ലോ അമ്മ പായസം വെച്ചല്ലോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും? ഒരു കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സുഹൃത്തുക്കളുണ്ട്, എല്ലാരും ഡേറ്റ് കൺഫേം ആയണ്ടേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മണവാളം 10 ദിവസം കല്യാണം. അങ്ങനൊന്നുമില്ല, എനിക്ക് ഒരു തലേദിവസം ഒരു കല്യാണം ലൈറ്റ് ആയിട്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ കല്യാണം ഹണിമൂണൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഹണിമൂണൊക്കെ ഓൾറെഡി കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഉണ്ടാ കല്യാണം? നമ്മുടെ ആശും ചാശും കല്യാണം കഴിക്കാൻ പോയില്ലേ രണ്ട് കുണ്ടന്മാരെ തമ്മില്? ഓ, വല്ലാത്ത സെലിബ്രിറ്റീസ് അല്ലേ രണ്ടാളും. ഒരുത്തം പണിക്കുമായിട്ട് ഒരുത്തം ജീവിക്കണ രണ്ട് ചെങ്ങായിമാര് തമ്മിലുള്ള കല്യാണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേരെ പങ്കെടുത്തില്ല. അതുകൊണ്ട് എന്തായാലും പങ്കെടുക്കണം. പറ്റുന്നവരൊക്കെ പോരി, ഇപ്പൊ എന്ത് റിസ്ക് എടുത്തില്ല. കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ വെച്ചിട്ടാണ് അത്ര കല്യാണം എന്നാ കേട്ടത്. താല്പര്യമുള്ളവർക്ക് പോരി. ഒരു ഉസുറും പുളിയും മാനാവസാനം ഇല്ലാത്തൊരു ചെങ്ങായി ആണ് പാണ്ടിക്കാട് കുഞ്ഞാനത് പറഞ്ഞിരുന്നത്. ഇതിപ്പോ പറയാൻ പറ്റിയ ആള് പോനാ. എന്തൊക്കെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു അല്ലേ? ഒരാണും പെണ്ണൊക്കെ റൂം ഷെയർ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ആണും റൂം ഷെയർ ചെയ്തിട്ട് മൂലമർദ്ദനം നടത്തുന്ന ആദ്യമായിട്ട് കാണുന്ന ഈ പരിപാടി. നാണും മാണില്ല, ഉസുറും പുളിയില്ല. ഓ എന്റെ ജാസിയെ, അനക്കൊക്കെ ഞാനായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞു കയറി പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടണ്. എന്നിട്ട് ഓന് നന്ദിനി റെഡ്ഡിയും പിന്നെ ആരാണ് ഫഹദും തകർക്കാൻ വേണ്ടി നടക്കാണ്. നല്ല തകർക്കാ ടിപ്പു സുൽത്താനോ പറങ്കിപ്പടെ ഞാൻ ഒന്നിനാത്രം പോകുന്ന ചെങ്ങായിനെയും റൂമിലിട്ട് ഉണ്ണകടിച്ചിടക്കുക. ഒരു നാണും മാനുമാട്ട ചെങ്ങായി എനക്ക്. ഇതൊരു ആണല്ലോ ഒന്നില്ലെങ്കിൽ അനക്കും ഇല്ലേ രണ്ട് കോഴിമുട്ടിയും ഒരു നേന്ത്രക്കായും അല്ലേ? അതേപോലത്തെ സാധനം തന്നെയല്ലേ അവിടെ ആശിക്കുള്ളത്. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ? റബ്ബക്കടിക്കാനോ? അത് പറഞ്ഞ പോലെ കോൽക്കളി നടത്താം. ഇത് നടക്കുമ്പോ തന്നെ മണിയടി ശബ്ദ. അതിന്റെ കൂടെ ആശയും കൂടി നോക്കുമ്പോ കൂട്ടമണിയായിപ്പോ. എന്നിട്ട് ഫഹദ് ആശയുടെ അമ്മാനെ വിളിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇജ്ജെന്താ കാണിച്ചത്? പിന്നെ ഫഹദിന്റെ ജ്യേഷ്ഠനിക്ക് വിളിക്കും, ഷോഫിയാണ്. അല്ലാതെ ഇജ്ജ് കുണ്ടജാസി എന്നല്ലോ ചോദിച്ചപ്പോ ഫോൺ വെച്ചത് ഓടി. ഉളുപ്പുണ്ടോ ചെങ്ങായി എനിക്ക്? എത്ര പോലെ ആൾക്കാർ എന്നെ ട്രോളുണ്ട്, അത് മനസ്സിലാക്കണ്ടേ? എനിക്ക് ജലദോഷം, എനിക്ക് സൗണ്ട് പോയിക്കണം. എന്നിട്ട് പോലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം സഹിക്കാൻ പറ്റായിട്ട് ചെയ്തതാ ഈ വീഡിയോ. പറയാനുള്ളത് പറയുന്നേ വേണ്ടേ? എത്ര ആള് കണ്ടോ കണ്ടില്ലേ എന്നുള്ള വിഷയമല്ല. നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയണ്ടേ? തീർച്ചയായിട്ടും ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശ വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും. ഉമ്മാക്ക് നല്ലൊരു മരുവള തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. നിന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയും നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു. എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പൊ അല്ലാത്ത അപ്പ എന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരത്തിലിരിക്കും. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തെല്ലാം ഒരു കാര്യങ്ങൾ. എന്നിട്ട് ഉമ്മ ഒരിക്കലും സമ്മതിക്കൂല. ഉമ്മ എങ്ങനെ സമ്മതിക്കുക? രണ്ടാണുങ്ങൾ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും ഉമ്മ സമ്മതിക്കുക? ഈ കല്യാണം കഴിച്ച് കൊടുന്നു കഴിഞ്ഞാൽ ഉമ്മ എന്താ കാണിച്ചു കൊടുക്കുക? പിന്നെ മരുവോട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ? ഇത് ഈ ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ എന്റെ ബാക്കിയുള്ളതൊക്കെ ആണുങ്ങൾ തന്നെയല്ലേ? ഇത് ഒരാഴ്ച ഷേവ് ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ എനിക്ക് താടി മുടി വരൂലേ? ഇത് അതേപോലെ ഉണ്ടാവും എന്റെ മുഖത്ത് നോക്കിയാ. നിങ്ങൾ രണ്ടാളും പാടെ തമ്മിൽ എന്നിട്ട് എന്ത് ചെയ്യാനാ? റബ്ബക്കടിക്കാനോ? ഉൾപ്പുണ്ട ചെങ്ങായി. ആ ഫഹദ് എത്ര കാലായി എന്നോട് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് തരൽ തുടങ്ങിയിട്ട്. അനക്ക് ഒരു സ്വല്പം ഉസുറും പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിക്കൂടെ? നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇവൻ കല്യാണം കഴിച്ച പെണ്ണിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അതിന് മുമ്പേ? ഒരു പെണ്ണിന്റെ ജീവിതവും സ്വപ്നങ്ങളും തല്ലി തകർത്തിട്ട് അവൻ ടിക്ടോക്കിൽ വന്ന് കരഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കുന്ന നായിന്റെ മോനെ ജാസി, നീ ഇനി എത്രയൊക്കെ കരഞ്ഞാലും എത്രയൊക്കെ ആയാലും ടിക്ടോക്കിലെ പുഴുത്ത പട്ടിയുടെ ഭാവി നാശകോശമാക്കിയിട്ടാണ് ഇവ ഈ ചെക്കന്മാരെ കൊണ്ടുനടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തൊരു എന്റെ വായിൽ വേറെ വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ അല്ലേ നമ്മളെ സ്നേഹിക്കുന്ന
നമ്മളെ വീഡിയോസ് കാണുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും. അവരുടെ ഇടയിൽ നമുക്കിത് പറയുമ്പോൾ ഒരു മനക്കെട. അതുകൊണ്ടാ നമ്മൾ അങ്ങനത്തെ ഭാഷകൾ ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉപയോഗിക്കാത്തത്. പക്ഷെ സൗമ്യമായ ഭാഷയിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാലോ. വല്ലാത്തൊരു ജാതി. ആ ആഷിയുടെ ഉമ്മ വന്നിട്ട് ആ ചാനലിന് അഭിമുഖം കൊടുത്തത് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ ഫഹദിനോട് വിളിച്ചിട്ട് സംസാരിച്ചത്. ഫഹദ് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ലൈവ് ഇരിക്കുമ്പോൾ ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ട് ചോദിച്ചിരുന്നു, ഈ ആഷി ജാസി എന്താ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ അവരെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നത്, വേറെ ഒരു വീഡിയോസും ചെയ്യാനില്ലേ എന്ന് നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. ഞാൻ അന്നൊന്നും നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്ന് ഉമ്മാടെ ഈ ആഷിയുടെ ഉമ്മാടെ വീഡിയോസ് കണ്ടുവല്ലോ നിങ്ങൾ എല്ലാവരും. അപ്പോൾ ആ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അത് ഇത്രത്തോളം ആളുകൾ മനസ്സിലാക്കണം അവരുടെ വേദന എന്നറിഞ്ഞിട്ട് അവർക്ക് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഇവർ ചെയ്യുന്ന പോലെ പച്ചക്കള്ളങ്ങൾ പറയാനോ നുണ പറയാനോ ഒന്നും അവർക്ക് ഞങ്ങൾക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനെ ഇവർ പറയുന്നത് എന്താ, ആൾക്കാരുടെയൊക്കെ ചിന്താഗതി ഇവർ പറയുന്നതന്നെ സത്യം എന്നാ. അങ്ങനെ ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുമായിരുന്നു. ആ സംഭവങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം, ഇതൊന്ന് അറിയിപ്പിക്കണം, മോനെ ഒന്നിൻ്റെ ഞങ്ങളെ സഹായിക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. ഞാൻ മാത്രമല്ല കേട്ടോ, നന്ദിനി റെഡ്ഡിയും ഞാനും ആ വീഡിയോസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇവരുടെ വീഡിയോസുകൾ ഇവരെ വിളിക്കുക, വീട്ടിലേക്ക് വിളിക്കുക, ഇവരെ ഭീഷണിപ്പെടുത്തുക, പിന്നെ അനാവശ്യം വിളിക്കുക, എന്നിട്ട് നമ്പർ ഇത് ഡിലീറ്റ് ചെയ്യുക, 1 ടൈം ആക്കിയിട്ട് വോയിസ് ഇടുക വാട്സപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് അതിനുള്ള വിവരമല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അമ്മമാർ അവർക്കൊക്കെ ആ വിവരമേ ഉള്ളൂ. ഇവരെ മാതിരി ഹൈടെക് ഒന്നും ആയിട്ടില്ല അവർക്ക് എന്താണ് ഈ കിട്ടുന്ന ആ വോയിസ് കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് മോനെ എന്നെ ഇങ്ങനെ പറഞ്ഞു. അത് എത്ര വിഷമത്തോടെ പറഞ്ഞു, മോനെ നോക്ക് ചീത്ത വിളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ആ ഉമ്മാനെ അവിടെ നിർത്തിയിട്ട് അവൻ്റെ മോൻ മറ്റേ ഒരു ഭർത്താവാന്നും പറഞ്ഞിട്ട് ഇവൻ നടന്നിട്ട് ആ ഒരു ആണിൻ്റെ കൂടെ നിന്നിട്ട് അവൻ അനാവശ്യം വിളിക്കുമ്പോൾ അവന് നിന്നിട്ട് ചിരിച്ചിട്ട് നിൽക്കണുണ്ടെങ്കിൽ അവൻ ഏതോ ലോകത്താ. സത്യം, അവനൊരാണല്ല, അല്ലെങ്കിൽ അവൻ ഒരു ഏതോ ലോകത്താ. അവൻ പിടുത്തമിട്ട ലോക. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ഉമ്മാനെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒരാൾ കുറ്റം പറയുമ്പോൾ പല്ലുണ്ടോന്നല്ലേ നമുക്ക് സെറ്റ് പല്ല് വെക്കേണ്ടി വരും, പിന്നെ അടിച്ചു പൊഴിക്കൂലേ. എന്നിട്ട് ആ മറ്റെന്താണ് അവൻ്റെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവരെ ഫോൺ എടുക്കണേ, അവൻ എന്തിനാ വിളിക്കുന്നത്, ആവശ്യമില്ലല്ലോ നിങ്ങൾ ഇതാക്കുന്ന പറയും. കാരണം അവന് വേദനയുടെ കൂടെയാണ് പറയുന്നത് ഈ മൂത്ത ജ്യേഷ്ഠൻ. ഒരാൾ പറയുമ്പോൾ ഇവന്റെ ഈ ഓരോ ലീലാവിലാസങ്ങളെ മറ്റവനാണെന്ന് വെച്ചാൽ അതിലും വലിയ പടു. കാരണം ഓന് ഒരു പണിക്കും പോണ്ടല്ലോ. ഓന് ഇവന്റെ ജാഷി 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 പറഞ്ഞ് പിന്നാലെ നടന്നാൽ മതിയല്ലോ. ഒരു പണിക്കും പോണ്ട. മറ്റോ 3 നേരം മൂക്കറ്റ തിന്നാൻ കൊടുക്കും. അപ്പൊ പിന്നെ അതും വാങ്ങി നക്കിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ഒരു സെലിബ്രിറ്റിയാണ്. എന്ത് സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ അറിയപ്പെടുന്നത്? നിങ്ങൾ എന്ത് മെസ്സേജ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? മൂലമർദ്ദനോ? ഈ വളർന്നു വരുന്ന തലമുറകളൊക്കെ നിങ്ങളെ കണ്ടു പഠിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ലാതെ കഷ്ടമുണ്ട് കേട്ടോ ജാഷി, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത് കണ്ടിക്കണോ? ഓന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതൊന്ന് കണ്ടോ നിങ്ങള്. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് എന്ത് പറഞ്ഞ കാര്യമില്ല. അന്ന ഉമ്മ സ്വീകരിക്കൂല. അന്നെ എന്തായിട്ട് സ്വീകരിക്കുക? മരുവളായിട്ട് അന്നെ സ്വീകരിക്കാൻ പറ്റുമോ? അന്റെ ഈ ചുരിദാറും ഈ സാരിയും ഈ ദാവണിയും അല്ലാതെ ആ ഉമ്മറ്റ അറിയാതെ കുളിമുറിക്കൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ മനബോധം പോകൂലേ? അന്റെ ഈ കൂട്ടമണിയൊക്കെ പാടെ കണ്ട നല്ലൊരു പെണ്ണിനും കെട്ടിയിട്ട് ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് കുണ്ടനടിക്കാൻ നടക്കുക ചെക്കന്മാരെ. കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വിടൂല, മരിച്ചാ വിടൂല. ഇത് എല്ലാവരും സ്വഭാവം തന്നെ. ഇവന്റെ ഈ വകുപ്പിൽപ്പെട്ട ഇവൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാന്നല്ലാതെ ഇവൻ ശരിക്കും ട്രാൻസ്ജെൻഡർ ആയിട്ടില്ലല്ലോ. എന്നാ ഇവനെ അവിടുന്ന് കയറ്റി വിടൂല. ഇവർക്ക് ഇതിലൊരു ഹരം കണ്ടുപിടിച്ചിരിക്കുക. നമ്മൾ ഈ കോലുമുട്ടായൊക്കെ തിന്നൂലേ, കടലമുട്ടായൊക്കെ തിന്നില്ല, അതേപോലെ ഇവർക്ക് ഇതൊരു ഹര. മറ്റവർക്ക് ഇനി ആ ഹരം തീരണം, അല്ലെങ്കിൽ നാട്ടുകാർ ഹരം തീർക്കണം. അപ്പോഴേ അവനക്ക് മനസ്സിലാവുള്ളൂ. എന്നാ കിട്ടിയ ഗ്യാപ്പിൽ മറ്റാൾ കോയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ലാത്ത 2 ജന്മങ്ങള്. എന്തായാലും ഇവരെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇരുന്നാ പറഞ്ഞാൽ തീരൂല. അത്രക്ക് വീഡിയോസ് ഉണ്ട് ഇവര്. റബ്ബൊക്കെ അടിക്കുന്ന ടീം. കുറച്ച് വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടോളി. വീഡിയോ കണ്ട് ഇഷ്ടമായി കാണിച്ചാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.